ഹലോ ഗൈസ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും ഓണം മൂഡിലൊക്കെ ആയി കാണുമല്ലോ. അപ്പോൾ ഞാനും ഇന്ന് ആ ഒരു മൂഡിലാണ്. കാരണം ഓഫീസിൽ ഇന്നാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓണം വൈബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫീസിൽ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു. കാരണം ആ ഒരു ആദ്യത്തെ സദ്യ കഴിച്ചതും ഓണക്കോടി ഉടുത്തതും പിന്നെ ബാക്കി സെലിബ്രേഷൻസ് എല്ലാം തന്നെയും ഓഫീസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജോബാണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ ഫുഡ് കോർട്ടിലോട്ട് വന്നതാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും പതുക്കെ അവിടെ ഇങ്ങനെ ഓണം സെലിബ്രേഷൻസ് സ്റ്റാർട്ടാവും. ഇവിടെ എന്നെ കാത്ത ഒരാൾ നിൽപ്പുണ്ട്. വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ ഫ്രണ്ട് രസ്നയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കഴിഞ്ഞ വർഷവും ഇവിടുത്തെ ഓണം റാലിയൊക്കെ കണ്ടതും സദ്യ കഴിച്ചതും ഒക്കെ. അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഈ ഒരു സ്ഥലത്താണ് ഓണം റാലി വരുന്നത്. അപ്പോൾ ഓണം റാലി എന്താന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം കൂടെ 4 ഗ്രൂപ്പായിട്ട് ഇത് ചെറിയൊരു കോമ്പറ്റീഷൻ പോലാണ് കേട്ടോ. ഓരോരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പല നമ്മുടെ കൾച്ചേഴ്സ്, അതായത് കലാരൂപങ്ങളും പിന്നെ നമ്മുടെ കുറേ പരമ്പരാഗതമായിട്ടുള്ള ഡാൻസ് നൃത്തരൂപങ്ങളും അതുപോലെ തന്നെ മാവേലി, വാമനൻ, ആ ഒരു സ്റ്റോറീസൊക്കെ പറയുന്ന രീതിയിലുള്ള തീമൊക്കെ ഉൾക്കൊള്ളിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു റാലിയാണ്. അപ്പോൾ ഞാനൊരാളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ നോക്കൂ. ഈ കാണുന്ന വാമനൻ എൻ്റെ സ്വന്തം ഹസ്ബൻഡാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ, ത്രിലോകസേന എന്ന ഗ്രൂപ്പിൽ വാമനനായിട്ട് കോസ്റ്റ്യൂം ഇട്ടത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു ഘോഷയാത്ര ആരംഭിക്കുകയാണ്. തൊട്ടു പിന്നാലെ അവിടെ ഓണപ്പൊട്ടനുണ്ട്. ഓണം വരവറിയിച്ചുകൊണ്ടാണ് ഓണപ്പൊട്ടന്റെ വരവ്. തന്റെ ജനങ്ങളെ നമ്മളിവിടെ കാണുന്നുണ്ട് ശ്രീ വാമനൻ വന്ന് അദ്ദേഹത്തിന്റെ 3 അടി മണ്ണ് ചോദിക്കുന്നതും അതാ അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സുതലത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഓരോ ഗ്രൂപ്പിലെ മാവേലിക്കും വാമനനും അതുപോലെ തന്നെ പല നൃത്തരൂപങ്ങളുണ്ടല്ലോ, കഥകളി, മോഹിനിയാട്ടം, ചാക്യാർ കൂത്ത്, നമ്മുടെ ഫോക്ക് ഡാൻസ്, ഇതൊക്കെ ഡ്രസ്സ് ചെയ്ത് എല്ലാവരും കോസ്റ്റ്യൂം ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഇതിനും സെപ്പറേറ്റ് പോയിന്റ്സ് ആണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ലാസ്റ്റ് ആഡ് ചെയ്ത് വരുമ്പോൾ ഏത് ഗ്രൂപ്പിനാണോ കൂടുതൽ പോയിന്റ് കിട്ടിയത് അവർക്ക് ഫസ്റ്റ്. തൊട്ടു പിന്നാലെ അതാ നമ്മുടെ പൈതൃകം വിളിച്ചോതിക്കൊണ്ട് ആടി വേടൻ മുഖത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കളി കളിക്കുന്നത്. എന്താണ് തിരുവാതിര? തിരുവാതിര എന്താണെന്നറിയില്ലേ? ധനുമാസത്തിലെ തിരുവാതിര നാളിൽ എന്താ നല്ലവരായ ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയിട്ട് സുന്ദരികളായ സ്ത്രീകൾ പാർവതി ദേവി ശിവഭഗവാനെ കിട്ടുവാനായി വരം ഇതുപോലെ നമുക്ക് അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ കുറേ കലാരൂപങ്ങൾ നമുക്ക് ഈ ഒരു റാലിയിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇൻഫോസിസ് ഒരു പാൻ ഇന്ത്യ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു റാലിയിൽ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി കൊണ്ടുവരുന്നുണ്ട്. കാരണം വേറെ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള നൃത്തരൂപങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു റാലി നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഇന്ത്യൻ കൾച്ചറൽ ഫോംസ് നമുക്ക് ഈ ഒരു അവസരത്തിൽ കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ ഈ ഒരു ദിവസത്തെ പരിപാടി മാത്രമല്ല, ഈ ഉറിയടി, ശിങ്കാരിമേള, മത്തപ്പൂക്കള മത്സരം, ഗ്രൂപ്പ് ഡാൻസ്, ഓണപ്പാട്ട്, ഫാഷൻ ഷോ, ഇങ്ങനെ നിരവധി ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരു 7 ദിവസത്തെ ഓണാഘോഷ പരിപാടിയാണ് ഇൻഫോസിസിൽ എപ്പോഴും നടത്താറുള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പം ഇങ്ങനെ ഈ കാണുന്നത് എൻ്റെ ഇച്ചാൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അലിയാൻസിൽ പഴയ കമ്പനിയിൽ വർക്ക് ചെയ്ത് സെറീനയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ എനിക്കിങ്ങനെ ഈ ഒരു വേഷത്തിലൊക്കെ പിന്നെ ഒരുപാട് നാളായി ഞാൻ സെറീനയെ കണ്ടിട്ടും. അപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഇവരൊക്കെ എല്ലാവരും ഇൻഫോസിസിലുണ്ട്. നസ്രാണി തനിമ വിളിച്ചോതുന്ന മാർഗം കളി ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കാവടി തുള്ളി അതാ നമ്മുടെ സ്വന്തം ആൾക്കാർ അത്തച്ചമയം കളറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്.
അപ്പോൾ ഓണാഘോഷ പരിപാടിയുടെ ഇടയിൽ യേശുക്രിസ്തുവും നമ്മുടെ ക്രിസ്മസ് പപ്പയും ഒക്കെ വരുന്നുണ്ട്. ക്രിസ്മസ് പപ്പ നടന്നു പോകുന്നൊരു വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ പരിപാടിയൊക്കെ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ സദ്യ കഴിക്കാനുള്ളൊരു ക്യൂയിലാണ്. അപ്പോൾ വലിയ നീണ്ട ഒരു ക്യൂ തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ ഈ റൗണ്ട് അടിച്ച് കറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് കയറാൻ പറ്റും. കാരണം വലിയ ഫുഡ് കോർട്ടാണ്. അപ്പോൾ അത് ഇത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സദ്യയുടെ കാര്യമാണെങ്കിൽ നല്ല കിടുക്കാച്ചി സദ്യയാണ്. കഴിഞ്ഞ വർഷവും സൂപ്പറായിരുന്നു, ഇത്തവണ അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ എന്തായാലും സദ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വാമനൻ്റെ വേഷമൊക്കെ മാറിയിട്ട് എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ കയ്യിൽ കിട്ടി. അങ്ങനെ ഞാൻ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. വഴിയെ പോയ ആരെയൊക്കെ സോപ്പിട്ടിട്ടാണ് 1-2 പിക്ചേഴ്സൊക്കെ എടുത്തു. പിന്നെ അത് ഈ കാണുന്നത് അവിടുത്തെ ചേച്ചിമാരാണ് കേട്ടോ. പുള്ളിയായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രിവാൻഡ്രം DC-യിലെ ഓണാഘോഷ പരിപാടികൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.